വാർത്തകളും വിശേഷങ്ങളും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പതിവ് തെറ്റാതെ ഇത്തവണയും കൃഷ്ണകുമാറും കുടുംബവും തിരുവോണ ആശംസകളുമായി രംഗത്ത് വന്നു. പൊന്നോണം സ്പെഷ്യൽ ഫോട്ടോഷൂട്ടിൽ നിന്നുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ടായിരുന്നു കൃഷ്ണകുമാർ ഓണാശംസകൾ നേരുന്നത്. പ്രിയ സഹോദരന് ഓണാശംസകൾ എന്നാണ് കൃഷ്ണകുമാർ കുറിച്ചത്. താരത്തിന് ഇടതുവശത്തും വലതുവശത്തും ഭാര്യയും 4 പെൺമക്കളും നിന്ന് നിൽക്കുകയും കൃഷ്ണകുമാരുടെ കൊച്ചുമകൻ ഓമിയെ കയ്യിലെടുത്തുകൊണ്ടുമാണ് ഫോട്ടോയിൽ കാണാം. ഓമി പിറന്നാളിന് ശേഷമുള്ള രണ്ടാമത്തെ ഓണമാണിത് താരകുടുംബം ആഘോഷിക്കുന്നത്. കഴിഞ്ഞ ഓണത്തിന് ഓമി പിറന്നിട്ട് കുറച്ച് ആഴ്ചകൾ മാത്രമേ ആയുള്ളൂ. അതിനാൽ തന്നെ ഇത്തവണ കുടുംബത്തിനൊപ്പം ഓമിക്കും കൂടുതൽ ഓർമ്മകൾ ഓണവുമായി ബന്ധപ്പെട്ട് സൃഷ്ടിക്കാൻ സാധിച്ചു. കൃഷ്ണകുമാറിന്റെ ഓണാശംസ പോസ്റ്റിന് പ്രതീക്ഷിച്ചതുപോലൊരു സ്വീകരണമല്ല ലഭിച്ചത്. അതിനു കാരണം കൃഷ്ണകുമാർക്ക് പങ്കുവച്ച ഫോട്ടോ തന്നെയായിരുന്നു. ഭാര്യയും മക്കളും കൊച്ചുമകനും എല്ലാം ഉൾപ്പെടുന്ന കുടുംബ ഫോട്ടോയാണെങ്കിൽ ഒരാൾ ആ കൂട്ടത്തിൽ മിസ്സായിരിക്കുന്നു. അത് കൃത്യമായി പ്രേക്ഷകർ കണ്ടെത്തി. മാത്രമല്ല കൃഷ്ണകുമാറിനെയും കുടുംബത്തിനെയും വിമർശിക്കുന്ന കമന്റുകളുടെ ചോദ്യം ചെയ്യുകയും ചെയ്തു. കുടുംബ ഫോട്ടോയിൽ മിസ്സാകുന്ന ഒരാൾ കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകൻ ദിയയുടെ ഭർത്താവ് അശ്വിൻ ഗണേശ് ആയിരുന്നു. മകൾക്കും മരുമകനും പിറന്ന കൊച്ചുമകനെ വരെ ഫോട്ടോകൾ ഉൾപ്പെടുത്തിയിട്ടും എന്തുകൊണ്ട് മരുമകനെ മാത്രം മാറ്റി നിർത്തി എന്ന ചോദ്യത്തിന് കമന്റ് ബോക്സ് ഒരുപാട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും മരുമകനുമായ അശ്വിനെ ഉൾക്കൊള്ളാൻ കൃഷ്ണകുമാറിന് സാധിച്ചിട്ടില്ലെന്ന ചോദ്യം ചെയ്തു വരുന്ന ആൾക്കാരുമുണ്ട്. മോളുടെ ഭർത്താവ് നിങ്ങളുടെ കുടുംബത്തിലുള്ള ആളല്ലേ? കൃഷ്ണകുമാറിന്റെ മരുമകൻ എവിടെ? ഈ ഫോട്ടോ കാണുമ്പോൾ ആ പയ്യന് വിഷമമാകില്ലേ എന്നിങ്ങനെ നീളുന്നു കമന്റുകൾ. അശ്വിനോട് കൃഷ്ണകുമാറിന്റെ കുടുംബത്തിലെ അംഗത്തിനെ വേർതിരിവ് കാണിക്കുന്നതിന് മുൻപും ഇവരുടെ ഫോട്ടോകളിലും ഫോളോവേഴ്സ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. കൃഷ്ണകുമാറിന്റെ കുടുംബത്തിലേക്ക് എത്തിയ ആദ്യത്തെ മരുമകനാണ് അശ്വിൻ. അദ്ദേഹത്തെ മകനായി കരുതി കൃഷ്ണകുമാറിനോ സിന്ധുവിനോ കരുതാനോ സ്നേഹിക്കാനോ കണ്ടിട്ടില്ല എന്നും ആളുകൾ പറയുന്നുണ്ട്. മാറ്റി നിർത്തുന്നത് എന്തുകൊണ്ടാണ് എന്ന് തോന്നലും അഭിപ്രായങ്ങൾ പ്രേക്ഷകർക്കുമുണ്ട്. ദിയുടെയും അശ്വിന്റെയും ഏക മകൻ ഓമിയുടെ 1ാം പിറന്നാൾ കൃഷ്ണകുമാറും കുടുംബവും ഗംഭീരമായി തന്നെ ആഘോഷിച്ചു. എന്നാൽ അശ്വിൻകുന്റെ കുടുംബത്തെ കാണിച്ചിരുന്നില്ല. അതും അന്ന് വലിയ രൂപത്തിൽ തന്നെ അവരുടെ പ്രേക്ഷകരെ ചർച്ച ചെയ്യാൻ മാറ്റിയ ഒരു കാര്യമായിരുന്നു. എന്നാൽ അഭിമുഖങ്ങളിലൂടെ മരുമകൻ അശ്വിനെ കുറിച്ച് കൃഷ്ണകുമാറും പറയാറുണ്ട്. വഴിയെ പോകുന്നവരൊക്കെ അമ്മയെന്ന് വിളിക്കാൻ പറ്റുമോ എന്ന് അശ്വിന്റെ അമ്മയെ ആന്റി എന്ന് വിളിച്ചതിനെ തുടർന്നെല്ലാം തന്നെ ദിയ കൃഷ്ണ പറഞ്ഞതിനെ കുറിച്ച് കുറച്ച് നാളുകൾക്ക് മുൻപെല്ലാം വലിയ രൂപത്തിലുള്ള വിമർശനവും വന്നതാണ്. എന്തായാലും കൃഷ്ണകുമാറിന്റെ കുടുംബത്തെ എന്നും സോഷ്യൽ മീഡിയയിൽ വലിയ രൂപത്തിൽ സംസാര വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് അവരെ ഇഷ്ടമാണെന്ന കാര്യം വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.